പ്രൈസ് ലോർഡ്. ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. जय मसीह की। यीशु मसीह के नाम में सबों को जय मसीह की। ഹമാർട്ടിയോളജി അല്ലെങ്കിൽ പാപശാസ്ത്രം എന്ന വിഷയത്തിലേക്ക് അതിൻ്റെ പഠനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. हमार्शियोलॉजी अथवा पाप शास्त्र नामक इस विषय में सबका स्वागत है। പാപത്തെക്കുറിച്ച് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പഠനശാഖയാണ് പാപശാസ്ത്രം എന്ന് പറയുന്നത്. पाप के बारे में धर्म शास्त्र के धर्म विज्ञान के एक भाग को हम पाप शास्त्र कहते हैं। ഹമാർട്ടിയ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം പാപം എന്നാണ്. हमार्टिया नामक यूनानी शब्द का अर्थ पाप होता है। ദൈവം പാപമില്ലാത്തവനാണ്. परमेश्वर पाप रहित है ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും പാപമില്ലാത്തവനായിട്ടാണ്. और परमेश्वर ने मनुष्य को भी पाप रहित बनाया था। എന്നാൽ മനുഷ്യൻ പാപം ചെയ്തു. അങ്ങനെ മനുഷ്യൻ സകല മനുഷ്യരും പാപികളായി തീരുവാനിടയായി തീർന്നു. लेकिन मनुष्य ने पाप किया और सारे मनुष्य पापी बन गए। ഇനി എന്താണ് പാപശാസ്ത്രം എന്നുകൊണ്ടത് അർത്ഥമാക്കുന്നത് നമുക്ക് നോക്കാം. आइए हम देखें कि पाप शास्त्र का मतलब क्या है। അതിന് നിർവചനമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. उसके अर्थों को हम देखेंगे। പാപത്തിന്റെ നിർവചനം, पाप का अर्थ क्या है, പാപത്തിന്റെ ഉത്ഭവം, पाप की उत्पत्ति क्या है, പാപത്തിന്റെ ഫലം, पाप का परिणाम क्या है, പാപത്തിന്റെ പരിഹാരം, पाप का समाधान क्या है പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും ശക്തിയിൽ നിന്നുമുള്ള രക്ഷ, और पाप की सजा और उसकी शक्ति में से बचा कैसे जा सकता है। തുടങ്ങിയവയെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകൃതമായി പഠിക്കുന്ന ദൈവശാസ്ത്ര ശാഖയാണ് പാപശാസ്ത്രം എന്ന് പറയുന്നത്. इत्यादि पाप से संबंधित विषयों की शिक्षा अथवा जानकारी पाप शास्त्र कहलाता है। ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് പുതിയ നിയമത്തില് 5 ഗ്രീക്ക് പദങ്ങൾ പാപത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഗ്രീക്ക് പദങ്ങളെ കുറിച്ചാണ്, അത് വിശദമായിട്ടാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. नए नियम में 5 शब्द पाप के लिए इस्तेमाल किए गए हैं। उन शब्दों का हम अध्ययन करेंगे। ഒന്നാമത്തേത് ഹമാർട്ടിയ, पहला शब्द है हमार्टिया, രണ്ടാമത്തേത് പാരാബേസിസ്, दूसरा पैराबेसिस, മൂന്നാമത്തേത് പരപ്റ്റോമ, तीसरा शब्द परप्टोमा നാലാമത്തേത് അനോമിയ, और चौथा शब्द है अनोमिया, അഞ്ചാമത്തേത് ഒഫലൈമ, और पांचवा है ओफलेमा। ഇനി ഓരോന്നായിട്ട് നമുക്ക് വിശദമായിട്ട് നോക്കാം. एक एक शब्द को हम देखेंगे। ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു ഹമാർട്ടിയ. पहला हमने देखा हमार्टिया। ഹമാർട്ടിയ എന്ന ഈ വാക്കിന്റെ അർത്ഥം हमार्टिया नामक शब्द का अर्थ होता है ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കുക എന്നാണ്. निशाने से भटक जाना। പുതിയ നിയമം എഴുതിയ കാലത്ത് नए नियम को जब लिखा गया था പുരാതന ഗ്രീസിൽ നിലനിന്നിരുന്ന ഒരു മത്സരമുണ്ടായിരുന്നു. तो प्राचीन यूनानी साम्राज्य में एक खेल, एक होड़ हुआ करती थी। അന്ന് അമ്പെയ്ത്ത് മത്സരങ്ങൾ സാധാരണയായിട്ട് നടക്കാറുണ്ടായിരുന്നു. और उन दिनों में निशानेबाजी आम तरीके से हुआ करती थी। ഒരു വൃത്തം വരച്ചിട്ട് അതിന്റെ ഒത്ത നടുവിൽ ഒരടയാളം ഇടുന്നു. एक गोला बनाकर उसके बीच में बिंदु लगाया जाता था। കുറച്ച് അകലെ നിന്നുകൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ഓരോരുത്തരായി വൃത്തത്തിൽ ഇട്ടിരിക്കുന്ന അടയാളത്തിലേക്ക് അമ്പെയ്യുന്നു. और कुछ दूरी पे खड़े होकर एक एक करके हर व्यक्ति गोले के अंदर लगाए गए बिंदु पर निशाना लगाते थे। വൃത്തത്തിന്റെ നടുവിലുള്ള അടയാളത്തിൽ കൊള്ളാതെ മാറി പതിച്ചാൽ റഫറി വിളിച്ചു പറയും ഹമാർട്ടിയ. और यदि गोले के अंदर के बिंदु पर कोई तीर नहीं लगता है तो रेफरी उसी वक्त कहता हमार्टिया, മിസ് ദ മാർക്ക്, मतलब निशाना चूक गया, ലക്ഷ്യം തെറ്റുക, लक्ष्य से भटक गया। ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കുക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. लक्ष्य चूक जाना ही उसका अर्थ है। ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന സാഹചര്യങ്ങൾ, परमेश्वर ने हर एक को जो परिस्थिति दे रखी है, കഴിവുകൾ, योग्यताएं, സ്രോതസ്സുകൾ, स्रोत അതനുസരിച്ച് അവരിൽ നിന്നും ചിലത് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. इत्यादि देने के बाद परमेश्वर उनसे कुछ आशा रखता है.
അത് നാം ചെയ്യാതെ ഉദ്ദേശത്തിൽ നിന്നും വ്യതിചലിച്ചാൽ അത് പാപം അല്ലെങ്കിൽ ഹമാർട്ടിയാണ്. और जब हम उन्हें नहीं पूरा करते हैं, उद्देश्य से भटक जाते हैं, तो उसे पाप अथवा हमार्टिया कहते हैं. മത്തായിയുടെ സുവിശേഷം 25 അധ്യായം അതിന്റെ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ യേശു പറഞ്ഞ ഒരു ഉപമ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. मती के सुसमाचार उसके 25वें अध्याय के 14 से 30 के अंदर यीशु मसीह के कहे एक दृष्टांत को देख सकते हैं. താലന്തുകളുടെ ഉപമ എന്നാണ് അത് അറിയപ്പെടുന്നത്. और उसे तोड़ों का दृष्टांत कहा जाता है. അത് 5, 2, 1 നിലകളിൽ താലന്തുകൾ അവിടെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. वहां पे हम देख सकते हैं कि 5, 3 और 1 तोड़े दिए जा रहे हैं. അത് അവരവരുടെ പ്രാപ്തി പോലെയാണ് അവർക്കത് നൽകുന്നത്. प्रत्येक व्यक्ति की क्षमता के अनुसार उसे दिया जाता है. നമുക്ക് ആ ഭാഗങ്ങൾ അറിയാവുന്നത് കൊണ്ട് കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. उन भागों के बारे में हमें पता है, इसलिए ज्यादा अधिक विवरण नहीं देना चाहती. അവിടെ 5 കൊടുത്തവൻ 5 കൂടെ നേടി, जिन्हें 5 मिला उसने 5 कमाया. 2 കൊടുത്തവൻ 2 കൂടെ നേടി, जिसे 2 मिला उसने 2 और कमाया. 1 കൊടുത്തവൻ അവൻ ഒന്നും ചെയ്യാതെ ഒന്നും പ്രയോജനപ്പെടുത്താതെ മണ്ണിൽ കുഴിച്ചിടുവാൻ ഇടയായി തീർന്നു. लेकिन जिसे 1 मिला उसने उसका कुछ भी नहीं किया, उसे जमीन में दबा दिया. അവൻ ശിക്ഷിക്കപ്പെട്ടതായിട്ടാണ് അവസാനം ആ ഉപമയിൽ പറയുന്നത്. और दृष्टांत में यूं अंतिम कहा गया है कि उसे उसका दंड मिलता है. പ്രാപ്തി പോലെ നൽകപ്പെട്ട താലന്ത് ഉപയോഗിക്കാതെ പ്രയോജനപ്പെടുത്താതെ ഇരുന്നതുകൊണ്ട് ശിക്ഷയ്ക്ക് അവൻ പാത്രമായി തീർന്നു. योग्यता अनुसार मिले तोड़े का जब उसने उपयोग नहीं किया तो उसे दंड मिलता है. വെളിപ്പാട് പുസ്തകം 3 അധ്യായം 2, 3 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ प्रकाशित वाक्य 3 के 2 और 3 में हम देखते हैं സർദീസിലെ സഭയുടെ പ്രവർത്തനങ്ങൾ ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതായിരുന്നില്ല എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. सरदिश की कलीसिया को लिखे इस वचन में उसको दिए गए कार्य को उन्होंने पूरा नहीं किया. അത് പാപമാണെന്നും സഭ മാനസാന്തരപ്പെടണമെന്നും ദൈവം പറയുന്നു. और परमेश्वर कहता है कि वो पाप है और उन्हें मन फिराना है. ദൈവം വച്ചിരിക്കുന്ന ലക്ഷ്യത്തിൽ നിന്നും അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നിന്നും അവർ വ്യതിചലിച്ചു പോയി. അത് കുറവായിട്ടാണ്, ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോയതായിട്ടാണ് ദൈവം സഭയെക്കുറിച്ച് പറയുന്നത്. परमेश्वर ने उनको जो सौंपा था, जो जिम्मेदारी दी थी, उसमें से वो हट गए. और परमेश्वर कहता है कि वो लक्ष्य से भटक गए हैं. उनका मन फिराना जरूरी है. ഇന്നും ദൈവം നമ്മെ ഓരോരുത്തരെയും ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ ദൈവത്തിന് പ്രത്യേകമായിരിക്കുന്ന ചില ഉദ്ദേശങ്ങളുണ്ട്. ആമേൻ. അതിൽ നിന്നും നാം വ്യതിചലിച്ചു പോകുന്നത് പാപമാണ്. ദൈവത്തിന്റെ ലക്ഷ്യത്തിൽ നിന്നും നാം മാറിപ്പോകുന്ന അനുഭവമാണ്. आज भी परमेश्वर ने हम सबों को जहां भी रखा है, उद्देश्य के साथ हमें रखा है, उद्देश्य दे रखे हैं. और जब हम उनसे भटक जाते हैं तब हम पाप करते हैं. ഇതാണ് ഹമാർട്ടിയ. ये है हमार्टिया का मतलब. ഇനി രണ്ടാമത്തേത് നമുക്ക് നോക്കാം. दूसरे शब्द को देखेंगे, പാരാബേസിസ്. पाराबेसिस. ഈ ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം നിയമലംഘനം അല്ലെങ്കിൽ അതിർത്തി ലംഘിക്കുക എന്നതാണ്. इस शब्द का अर्थ है कानून अथवा सीमा का उल्लंघन करना. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 70 കിലോമീറ്റർ വേഗതയിൽ ഓടിക്കേണ്ട ഒരു വാഹനം അല്ലെങ്കിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന ആ വേഗതയുടെ പരിമിതിക്കുള്ളിൽ വേഗത നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ അതി കൂടുതലായിട്ട് നാം വാഹനം ഓടിക്കുന്നുവെങ്കിൽ അതിനാണ് പറയുന്നത് പാരാബേസിസ്. उदाहरण के तौर पर यदि किसी जगह की गति सीमा 70 किलोमीटर प्रति घंटे की है और यदि वहां हम 70 से ऊपर की गति से निकलते हैं तो उसको, उस उल्लंघन को പാരാബേസിസ് कहा जाता है. ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ റോഡിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന വേഗതയുടെ പരിമിതി 70 കിലോമീറ്റർ ആണ്. उस सड़क पर, उस जगह पर गति सीमा 70 किलोमीटर की है. പക്ഷെ ആ വ്യക്തി 71 കിലോമീറ്റർ, ഒരു കിലോമീറ്ററും കൂടെ എക്സ്ട്രാ ഓടിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ നിയമലംഘനത്തിന്റെ പരിധിയിലേക്ക് അദ്ദേഹം പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. और यदि कोई व्यक्ति 71 किलोमीटर की गति से भी चला जाए तो वो भी उल्लंघन की सीमा में आ जाता है. ഇതാണ് പാരാബേസിസ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. और यही पाराबेसिस अथवा पाप के बारे में हमें बताता है. അതായത് അതിർത്തി ലംഘിക്കുക, मतलब सीमा को लांघना. ഏദൻ തോട്ടത്തിൽ
നമുക്കറിയാം ദൈവം സൃഷ്ടിച്ച ആദം ഹൗവ കർത്താവ് അവർക്ക് കൊടുത്തിരുന്ന കൽപ്പനയെ ലംഘിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. अदन को वाटिका में देखिए, परमेश्वर ने उन्हें जो आज्ञा दी थी उन्होंने उसका उल्लंघन किया. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവം അവർക്ക് അവിടെ കൽപ്പന കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. उत्पत्ति 2 अध्याय के 15 से 17 तक के पदों में हम देख सकते हैं परमेश्वर उनको ये आज्ञा देता है. ഉൽപ്പത്തി പുസ്തകം 3:6 വരുമ്പോഴേക്കും ദൈവം കൊടുത്ത കൽപ്പനയെ ലംഘിച്ച് അവരവിടെ പാപം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. और उत्पत्ति 3:6 में हम देख सकते हैं कि वो परमेश्वर की उस आज्ञा का उल्लंघन करते और पाप कर बैठते हैं. അത് പാരാബേസിസ് എന്ന് പറയുന്ന പാപത്തിന്റെ പരിധിയിൽ പെടുന്നതാണ്. और ये पैराबेसिस नामक पाप की सीमा में आता है. അതുപോലെ തന്നെ 2 ശമൂവേലിന്റെ പുസ്തകം 11-ാം അധ്യായം 2 മുതലുള്ള വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ इतना ही नहीं है, शमूएल की दूसरी पुस्तक 11वां अध्याय और दूसरे पद को जब हम देखते हैं അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഊരിയാവിന്റെ ഭാര്യയെ സ്വന്തമാക്കുവാൻ വേണ്ടി ദാവീദ് ചെയ്യുന്ന പാപത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. वहां पे ऊरिया की पत्नी को अपना बनाने के लिए पाप दाऊद के द्वारा किए गए पाप को हम देखते हैं. രാജാവ് എന്ന നിലയിൽ ഒരു ദൈവ മനുഷ്യൻ എന്ന നിലയിൽ താൻ ചെയ്യരുതാതിരുന്ന ഒരു പാപമാണ് അദ്ദേഹം ചെയ്തത്. पर एक राजा के तौर पर, एक मनुष्य के तौर पर जो वर्जित था, जो नहीं किया जाना था, उसे वो करता है. ഇതാണ് പാരാബേസിസ് എന്ന് പറയുന്നത്. ये है पैराबेसिस. ഇനി മൂന്നാമത്തേത് പരപ്റ്റോമ. तीसरा शब्द है परप्टोमा. പരപ്റ്റോമ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് परप्टोमा नामक शब्द का अर्थ है തെന്നി വീഴുക, വഴുതി വീഴുക എന്നൊക്കെയാണ്. फिसल जाना, भटक जाना. ഇവിടെ സാഹചര്യം ഒരുവനെ തെറ്റിലേക്ക് നടത്തുന്നു. यहाँ पर कोई हालात या परिस्थिति एक व्यक्ति को गलत रास्ते ले जाती है. അവൻ ഒഴിവാകാമായിരുന്നിട്ടും അവൻ ആ തെറ്റിലകപ്പെടുകയാണ്. वो उस गलती से बच सकता था, फिर भी उसमें फंस जाता है. ഒന്നുകൂടി പറഞ്ഞാൽ പ്രലോഭനം ഉണ്ടാകുവാനുള്ള സാഹചര്യങ്ങൾ അവൻ ഒഴിവാക്കാമായിരുന്നു. അതിൽ നിന്നും ഒഴിഞ്ഞു മാറാതെ വീണ്ടും പ്രലോഭനത്തിലേക്ക് ചെന്നുപെടുന്നതിനെയാണ് പരപ്റ്റോമ എന്ന് പറയുന്നത്. जब उसके सामने इसका प्रलोभन आया, इसका लालच आया, तो वो उससे बच सकता था, लेकिन वो बचे बगैर उसी में फिसल जाता है, जिसे परप्टोमा कहते हैं. 1-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നു. पहले भजन संहिता एक पद में हम देखते हैं, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും दुष्टों के मार्गों में चले बिना, പാപികളുടെ വഴിയിൽ നിൽക്കാതെയും पापियों के मार्ग में खड़े नहीं रहने वाला, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും और ठट्ठा करने वालों की मंडली में जो नहीं बैठता है. ആമേൻ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നാം ഏതിൽ നിന്നെല്ലാം ഒഴിഞ്ഞിരിക്കണമെന്ന് കാണാനായിട്ട് സാധിക്കുന്നു. वहाँ हमें बताया गया कि हमें किन किन चीजों या जगहों से बचना है. അങ്ങനെ ചെയ്യാതെ വരുമ്പോഴാണ് അതിൽ ഒഴിവാകാതെ പിന്നെയും അതിലേക്ക് നാം തന്നെ ചെന്ന് അകപ്പെടുന്ന അനുഭവമാണ് പരപ്റ്റോമ എന്ന് പറയുന്നത്. और जब हम बचने की कोशिश नहीं करते हैं, उसी में जाकर फंस जाते हैं, तो उस अवस्था को परप्टोमा कहा जाता है. ഏദനിൽ ഇത് തന്നെ സംഭവിച്ചിരുന്നു. आदन में भी यही हुआ था. ഹവ്വ ഏദനിൽ പിശാചിന്റെ വഞ്ചനയിൽ കുടുങ്ങി പഴം പറിച്ചു തിന്നു. हव्वा अदन की वाटिका में आए शैतान की बातों में फंस गई और फल खाया. അവൻ ദൈവം അവർക്ക് കൽപ്പന കൊടുത്തിരുന്നു, അതിൽ നിന്ന് ഒഴിയാമായിരുന്നു. परमेश्वर ने उन्हें आज्ञा दे रखी थी, वो उसमें से बच सकते थे. എന്നാൽ പിശാചിന്റെ പ്രലോഭനത്തിൽ വഞ്ചനയിൽ ഹവ്വ കുടുങ്ങുവാനിടയായി തീർന്നു. लेकिन शैतान के लालच में, उसके प्रलोभन में हव्वा फंस जाती है. സാഹചര്യവും സമ്മർദ്ദവുമാണ് പലരെയും തെറ്റ് ചെയ്യാനായിട്ട് പലരും തെറ്റിലേക്ക് പോകുവാനായിട്ട് ഇടയായിത്തീരുന്നത്. हालात और परिस्थितियां ही कईयों को उस गलती की ओर, पाप की ओर आकर्षित करती है. നമ്മെ സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും തെറ്റിലേക്ക് നയിക്കും എന്ന് നമുക്ക് അറിയുമെങ്കിൽ നാം ആ സാഹചര്യത്തിൽ ഒഴിഞ്ഞു മാറണം. അതാണ് നമ്മൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടി എന്ന് പറയുന്നത്. यदि हमें लगता है या पता है कि ये परिस्थिति और हालात मुझे भटका सकते हैं, तो हमें वहां से हटना जरूरी, अनिवार्य होता है. ഇതാണ് പരപ്റ്റോമ എന്ന് പറയുന്നത്. और ये है परप्टोमा. അടുത്തത് അനോമിയ. और चौथा है अनोमिया.
ഇത് മനഃപൂർവ്വം ചെയ്യുന്ന പാപങ്ങളെയാണ് അനോമിയ എന്ന് വിളിക്കുന്നത്. जानबूझकर किए जाने वाले पापों को अनोमिया कहते हैं. എനിക്കറിയാം ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണ്, പാപമാണ്, ചെയ്യരുത്, എനിക്ക് 100% ഉറപ്പുണ്ട്, എന്നിട്ടും ഞാൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് അനോമിയ എന്ന് പറയുന്നത്. मुझे पता है ये पाप है, ये नहीं करना है, 100% ये गलत है, तो भी मैं जब उसे जानबूझ के करता हूँ तो ये अनोमिया कहलाता है. നമുക്കറിയാം മോഷ്ടാക്കൾ, വ്യഭിചാരികൾ, നിയമലംഘകർ ഇവരൊക്കെ ഇതിനകത്ത് പെടുന്നവരാണ്, ഈ ലിസ്റ്റിൽ പെടുന്നവരാണ്. चोर, व्यभिचारी, कानून का सीधा उल्लंघन करने वाले, ये सब इसी सूची में आते हैं. പാപമാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും മനഃപൂർവ്വം പാപം ചെയ്യുന്നെങ്കിൽ അതിനെയാണ് അനോമിയ എന്ന് വിളിക്കുന്നത്. एक काम को करते वक्त पक्का पता है कि ये पाप है, तो भी जब उसे करते हैं तो उसे अनोमिया कहते हैं. ഇനി നമുക്ക് അഞ്ചാമത്തേത് നോക്കാം. 5वां शब्द भी देखते हैं, ഒഫലൈമ. ओफलेमा. ഇതിനെ അർത്ഥമാക്കുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരുന്നാൽ അതിനെയാണ് ഒഫലൈമ എന്ന് പറയുന്നത്. जिस काम को करना अनिवार्य है उसे नहीं करना ओफलेमा कहलाता है. യാക്കോബിന്റെ പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നമുക്കവിടെ ഇങ്ങനൊരു വാക്യം കാണാൻ സാധിക്കുന്നുണ്ട്. और याकूब 4:17 में हम इस प्रकार देखते हैं, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തത് പാപം തന്നെ. भलाई करने का ज्ञान है तो भी नहीं करना पाप कहलाता है. നന്മ എന്റെ കയ്യിലുണ്ട്, അത് ചെയ്യുവാൻ ഞാൻ അർഹനാണ്, അർഹതയുള്ള വ്യക്തി എന്റെ മുൻപിൽ ഉണ്ടായിട്ടും ഞാൻ ചെയ്യാതിരിക്കുന്നുവെങ്കിൽ അത് പാപമാണ്. भलाई मेरे पास में है और मेरे सामने जो खड़ा है उसे भलाई की जरूरत है, भलाई के योग्य है, तो भी जब मैं उस पर भलाई नहीं करता हूँ तो मैं वहाँ पाप करता हूँ. കടമ നിർവഹിക്കാതിരിക്കുന്ന അവസ്ഥ, अपनी जिम्मेदारियों का वहन नहीं करना. 1 ശമൂവേലിന്റെ പുസ്തകം 12:23 നാം വരുമ്പോൾ और जब हम पहले शमूएल 12:23 में आते हैं അവിടെ നാം പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണെന്ന് കാണാനായിട്ട് तो സാധിക്കും. वहाँ देख सकते हैं प्रार्थना नहीं करना पाप कहलाता है. മറ്റൊരു സുവിശേഷം അറിയിക്കുവാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. और एक और बात, सुसमाचार प्रचार करने की जिम्मेदारी प्रभु ने हमें सौंपी है. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവരെയും ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു കർത്തവ്യമാണ് സുവിശേഷം പറയുക, കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് അറിയിക്കുക, യേശുവിലേക്ക് മറ്റുള്ളവരെ നയിക്കുക എന്നുള്ളത്. यीशु मसीह के द्वारा उसमें आए बुलाए गए लोगों को दिया गया परमेश्वर का एक कार्य है कि उसके सुसमाचार को लोगों तक पहुंचाए. ഇങ്ങനെയുള്ള ഉത്തരവാദിത്വങ്ങളിൽ നിന്നും കടമകളിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു മാറി നാം ചെയ്യാതിരിക്കുന്നതാണ് ഒഫലൈമ എന്ന് പറയുന്നത്. इन जिम्मेदारियों से, कर्तव्यों से दूर रहना, नहीं पूरा करना ही ओफलेमा कहलाता है. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 47-ാം വാക്യത്തിൽ കാണുന്നു, ഇഷ്ടമറിഞ്ഞിട്ടും നമ്മൾ ഒരുങ്ങാതിരിക്കുന്നുവെങ്കിൽ, ആമേൻ, ഇഷ്ടമറിഞ്ഞിട്ടും നാം ചെയ്യാതിരിക്കുന്നുവെങ്കിൽ അതിനെ പാപം എന്ന് പറയുന്നു. लूका 12वां अध्याय और उसका 47वां पद कहता है कि मुझे मालूम है कि ये करना है, उसके बावजूद जब मैं उसे नहीं करता हूँ तो उसे पाप अथवा हम ओफलेमा कह सकते हैं. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 45-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, और जब हम मत्ती 25:45 में आते हैं, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാത്തിടത്തോളമെല്ലാം എനിക്കാകുന്നു ചെയ്യാത്തത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് യേശു ഉത്തരമരുളും. वहां पर यीशु इस प्रकार कहता है कि इन छोटों में से छोटे के लिए आपने जो नहीं किया, आपने मेरे लिए नहीं किया. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകുമെന്ന് കാണാൻ और കഴിയുന്നു. फिर नीचे वो कहता है कि ये अनंत दंड की ओर, धर्मी लोग अनंत प्रतिज्ञा की ओर जाएंगे. ലൂക്കോസ് 12:47 ഇങ്ങനെ പറയുന്നു, लूका 12:47 कहता है, യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് मालिक की इच्छा जानने के बावजूद ഒരുങ്ങാതെയും तैयार हुए बिना അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് और उसकी इच्छा नहीं करने वाला दास വളരെ അടികൊള്ളും. ज्यादा दंड पाता है. ഇതാണ് ഒഫലൈമ എന്ന് പറയുന്നത്. ये है ओफलेमा. ആമേൻ. നമ്മളിവിടെ പഠിച്ചത് പുതിയ നിയമത്തിൽ പാപത്തിന് ഉപയോഗിച്ചിരിക്കുന്ന 5 ഗ്രീക്ക് വാക്കുകളും അതിന്റെ വിശദീകരണങ്ങളുമാണ്. तो आज हमने यहाँ पर पाप के लिए नए नियम में इस्तेमाल किए गए 5 शब्दों को और उनके अर्थों को हमने सीखा.
അമ്മ നമ്മളിവിടെ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈനംദിന ജീവിതത്തിൽ നാം ധ്യാനിക്കുകയും പഠിക്കുകയും ഈ വിധത്തിലുള്ള പാപത്തിൽ നാം ഒഴിഞ്ഞിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. और ये बहुत ही जरूरी है, जो हमने सीखा है उसको हम अपने जीवन में लागू करें और पाप से दूर रहकर हम एक पवित्र जिंदगी जीने में आगे बढ़ते रहें. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിന്മേൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പാപത്തിൽ നമുക്ക് വിമോചനം തന്നെങ്കിൽ പിന്നെയും നാം പാപത്തിൽ അകപ്പെട്ട് പാപത്തിന് ദാസന്മാരായിരിക്കുവാനല്ല കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് ക്രിസ്തുവിനോടുകൂടെ നാം എപ്പോഴും ആയിരിക്കണമെന്നും ക്രിസ്തുവിന്റെ സ്വഭാവത്തിലായിരിക്കണമെന്നും വിശുദ്ധിയിലായിരിക്കണമെന്നും കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. जब यीशु मसीह हमारे पापों के लिए आकर मरे, दफनाए गए, गाड़े गए, उसके बाद हमारे लिए जब जिंदा हुए हैं, तो वो चाहता है कि हम दोबारा पाप न करें, हम दोबारा जाकर उसके गुलाम नहीं बन जाए. हमें इसके बजाय हम अनंत जीवन के लिए हम खुद को तैयार करें. पाप रहित जिंदगी जैसा मसीह चाहता है वैसा जीने में हम आगे बढ़ते रहें. ഈ വിധത്തിലൊരു നല്ല ക്രിസ്ത്യൻ ജീവിതം നയിപ്പാൻ കർത്താവായ യേശു കർത്താവ് നമ്മളെല്ലാവരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. इसी प्रकार की एक जिंदगी जीने में प्रभु यीशु मसीह हमारी मदद करे.